ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ബി ലൈറ്റ് എന്ന ചാനലിലൂടെ നിങ്ങളെ സന്ദർശിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് യേശു ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ ഫസ്റ്റ് നോക്കുമ്പോൾ ശലോമോൻ രാജാവ് ഒരു ആലയ പ്രതിഷ്ഠ നടത്തുകയാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ദേവാലയത്തിൽ മുഴുവനും ദൈവ തേജസ് നിറഞ്ഞു എന്ന് നമ്മൾ ഈ വചനത്തിൽ പഠിക്കുന്നുണ്ട്. അതേസമയം അത് 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവന് ശലോമോൻ രാജാവ് ആവശ്യത്തിലധികം ദൈവത്തോട് ചോദിച്ച് എല്ലാം വാങ്ങി. അപ്പം ദൈവം അന്ന് രാത്രിയിൽ ശലോമോൻ രാജാവിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള സ്ഥലമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ദൈവം ശലോമോൻ രാജാവിനോട് പറയുകയാണ്. അപ്പോൾ അതിന് വിരുദ്ധമായി നമ്മൾ നടക്കുകയാണെങ്കിൽ ദേശത്ത് എങ്ങനെ നിങ്ങൾ നടക്കേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഈ വചനത്തിലൂടെ ശലോമോൻ രാജാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ നാമം വിളിക്കപ്പെടുന്ന ജനം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇതൊരു 4 തലമാക്കി നമുക്ക് നോക്കാം. ഒന്ന്, നമ്മളെ തന്നെത്താൻ താഴ്ത്തണം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. അതായത് ഒരു ഉണർവിൻ്റെ മേഖലകളിലേക്ക് നമ്മൾ തിരിച്ചു വരവിൻ്റെ ഒരു അനുഭവമാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെ താഴ്ത്തണം. അഹങ്കാരം, തന്നിഷ്ടം, എതിർത്ത് നിൽക്കുക, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കണം. ഞാൻ എന്ന ഭാവം ഇതിൽ നിന്നും മാറണം. ഞാൻ എന്ന ഭാവം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ താഴ്ന്നു നിൽക്കുവാൻ നമുക്ക് പറ്റില്ലാത്ത അവസ്ഥ. പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എൻ്റെ ദൈവത്താലാണ് എല്ലാം സാധിച്ചു കിട്ടുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഇടയ്ക്കിൽ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ കീഴിൽ നമ്മൾ താഴ്ന്നിരിക്കുവാൻ നമ്മൾ പഠിക്കണം. ദൈവം നമ്മളെ, അതായത് താഴ്മ ധരിച്ച് ഈ ജീവിതം കൊണ്ട് താഴ്മയുള്ള ജീവിതം നയിച്ചാണ് നമ്മളെ താഴ്മയായിട്ടിരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. യാക്കോബ് 4:6 പറയുന്നു, ദൈവം നിഗളിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല, എതിർത്ത് നിൽക്കുമെന്നാണ് ഈ വചനം പറയുന്നത്. താഴ്മയുള്ളവർക്ക് ദൈവം കരുണ ചെയ്യുമെന്നാണ് വചനത്തിലൂടെ പറയുന്നത്. 1 പത്രോസ് 5-6 വാക്യങ്ങളെന്ന് പറയുന്നു, ഇവണ്ണം മൂപ്പന്മാരെയും മുതിർന്നവരെയും മാതാപിതാക്കളെയും നമ്മൾ അനുസരണയോടെ താഴ്മയോടെ അവർ പറയുന്നത് നമ്മൾ കേട്ട് അനുസരിക്കുക, അവർക്ക് കീഴിലായി അനുസരണയോടെ തീരുവാൻ നമ്മൾക്ക് കഴിയുവാൻ ഇടയാകണം. രണ്ടാമത്തേത് പ്രാർത്ഥന. ദൈവത്തിൻ്റെ മുഖം നോക്കി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൂടാതെ ഒരു ഉണർവില്ല. ആ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ പ്രാർത്ഥന അതിശക്തമായി ഉണ്ടായിരിക്കണം. ഒരു ആത്മീക ഉണർവ് നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ ആവശ്യങ്ങൾ പറയുക, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുക, തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയുക. എന്തെല്ലാം പ്രാർത്ഥന ഉണ്ട്. നമ്മൾ മുഖാമുഖം സംസാരിക്കുന്നത് പോലെ യേശുവിനോട് സംസാരിച്ച് നമ്മൾ പ്രാർത്ഥന ഒരു ജീവിതമാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മൾ എപ്പോഴും ചെല്ലണം. എങ്കിൽ മാത്രമേ മറ്റുള്ള ഒരു ആയുധങ്ങളെ നമുക്ക് ചെറുക്കുവാൻ, പിടിച്ചു നിൽക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കഴിയും. യോഹന്നാൻ 14:13 പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും, പുത്രന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി. അപ്പം എൻ്റെ നാമത്തിൽ ചോദിക്കുന്ന എന്തും ദൈവം തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ പ്രാർത്ഥന എന്ന ജീവിതം നമ്മളുടെ ജീവിതത്തിലേക്ക് നടത്തുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ 1 തെസ്സലോനിക്കർ 5:17 പറഞ്ഞു, എപ്പോഴും സന്തോഷമായിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കണമെങ്കിൽ ഈ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷമായി തീരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മടുത്തു പോകാതെ
നമ്മൾക്ക് ക്ഷീണം തട്ടാതെ എപ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ. നമുക്ക് ഒന്നുമില്ല, പണ്ട് കാലത്ത് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു ചാണകം മെഴുകിയ മുറിയിൽ ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ അവർ ഇന്ന് യഹോവയോട് സാക്ഷിക്കുമായിരുന്നു. ഒന്നുമില്ലായെങ്കിലും അവർ യഹോവയോട് സാക്ഷിക്കുമായിരുന്നു. എങ്ങനെ സാക്ഷിക്കണം? എൻ്റെ യഹോവ ഇടയനാകുന്നു, എനിക്കൊന്നും മുട്ടുണ്ടാകുകയില്ലെന്ന്. ഇന്ന് നമ്മൾക്ക് എത്രയെല്ലാം സൗകര്യങ്ങൾ തന്നിട്ടും നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുവാൻ, നമ്മുടെ മനസ്സ് തുറന്നു കൊടുക്കുവാൻ നമുക്ക് തയ്യാറാകുന്നില്ല. മൂന്നാമത്തേത്, മുഖം അന്വേഷിക്കുക. ദൈവത്തിന്റെ മുഖം നമ്മൾ അന്വേഷിക്കണം. എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ശ്രദ്ധ വഴി മാറുന്നുണ്ടോ? അതെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം, ആദ്യത്തെ മുൻഗണന കൊടുക്കുന്നത് ദൈവത്തിനായിരിക്കണം. അങ്ങനെ നമ്മുടെ വഴി മാറിപ്പോകുന്നുണ്ടോ? അതോ ലോകപരമായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നുണ്ടോ? നമ്മുടെ പാതകൾ തെറ്റാറുണ്ടോ? നമ്മുടെ വാക്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ കാണുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ദൈവത്തെ മറന്ന് നമ്മളൊന്നും വേറെ ഒന്നും ചിന്തിക്കാൻ പോകാതെ നമ്മെ ദൈവം നടത്തുവാൻ സന്നദ്ധനാണ്. അങ്ങനെ സംഗീതം 105:4 പറയുന്നു, യഹോവയെ അവന്റെ ബലത്തെയും തിരവിൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കും. യഹോവയെ, യേശുവിനെ അന്വേഷിക്കണം. അവൻ തരുന്ന അനുഗ്രഹങ്ങൾ, ബലങ്ങൾ നമ്മൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ഓരോ വഴികളും ചുവടുകളും എടുത്തു വയ്ക്കുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മുടെ വഴികളൊന്നും മാറിപ്പോകാൻ സാധ്യതയില്ലാതെ വഴി നമ്മളെ ദൈവം കാത്തുരക്ഷിക്കും. നാലാമത്തേതാണ് അനുതാപം. ഈ അനുതാപം ഏശയ്യ 55:7 പറയുന്നു, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരത്തെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയുമെങ്കിൽ അവൻ നമ്മോട് കരുണയായിരിക്കും. അതാണ് നമ്മുടെ ദുഷ്ടപ്രവർത്തികൾ, പാപത്തിൻ്റെ വഴികൾ, നീതി ഇല്ലാത്ത ഒരു വഴികൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് കടന്നു വരത്തില്ല. ഇതെല്ലാം വിട്ടു ഉപേക്ഷിച്ച് നമ്മുടെ ദൈവസന്നിധിയിലേക്ക് അനുദപിക്കുവാൻ തയ്യാറാവണം. നമ്മുടെ ഹൃദയങ്ങളുടെ കണ്ണുകൾ തുറന്ന് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കും. അതായത് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ നമ്മൾ തയ്യാറായെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ ഉണ്ടാകും. നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മൾ മാപ്പപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ കരുണയായിത്തീരും. അപ്പോഴാണ് അവൻ നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യുന്നത്. കരുണ കാണിക്കുകയും ചെയ്യും. നമ്മുടെ അനുതാപം, അതായത് ഒരു നമ്മുടെ ഹൃദയത്തിലെ സങ്കടങ്ങളെക്കുറിച്ച്, അത് സങ്കടങ്ങളെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അനുദപിക്കുന്ന സങ്കടങ്ങളാൽ കണ്ണീരിനാലും വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ കരുണ നൽകുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ ദേശത്തിന്, നമ്മുടെ ജനത്തിന് യേശു നൽകിയ നാമം പ്രാർത്ഥിച്ച് അവൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ദേശത്തിനും സൗഖ്യം വരുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഈ വചനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.